ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ആഫ്റ്റർ 3 months നാട്ടിലേക്ക് പോവാണ്. ഞാനിവിടെ ഓൾറെഡി റെഡി ആയിരിക്കുകയാണ്. എനിക്കിനി റെഡി ആയിട്ടൊക്കെ വേണം. ആൻഡ് നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി റെഡി ആയിട്ട് കാണാം. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ വീട്ടിൽ? എങ്ങനെയുണ്ട്? വിഷമമുണ്ടാ? ഉണ്ടോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ പോവാ. ഇപ്പം നേരം വെളുക്കണുള്ളൂ, ഫ്ലൈറ്റിന് ഇനി സമയമുണ്ട്. അപ്പം നമ്മൾ ഓർത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം, കുറച്ച് നേരം നടക്കാന്നൊക്കെ ഇങ്ങനെ ഓർത്ത് അല്ലേ? അതെ. സോ ഗായ്സ്, നമ്മൾ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാന്നൊന്നും ഇല്ല, എവിടെയിലേക്ക് ഇങ്ങനെ ചുമ്മാ നടക്കുക. ചായ കുടിച്ചാലോ? വേണോ? കുടിക്കാം. സോ ഗായ്സ്, നമ്മൾ ചായ കുടിക്കാതും പറഞ്ഞിറങ്ങിയിട്ട് ആക്ച്വലി ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള കടയിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫറ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് കഴിച്ചിട്ട് എന്തായാലും പോവാന്ന്. കഴിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ അങ്ങനെ ഫുഡ് കഴിച്ചിരിക്കാൻ നേരമാണ് കൊച്ച വന്ന. എന്നാടെ പപ്പാടെ അനിയനാണ് കൊച്ച. അങ്ങനെ കൊച്ചായിട്ട് നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി ചെക്കിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. സോ ഗൈസ്, ചെക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 1 hour ശേഷം ഗേറ്റ് ഓപ്പൺ ആക്കും. അതിനുശേഷം ബസ് പോകും. സങ്കടമുണ്ടോ? സത്യം പറ. ഓക്കേ, അപ്പോ എന്താ പറയാ, പറയാനില്ല ഗൈസ്, കാരണം ഫോണല്ലേ, ഞാൻ ഒറ്റക്കായി. ഫ്ലൈറ്റിലൊക്കെ എത്തിയിട്ട് വേണം. അതെ, ഇനി എന്നെ ഉണ്ടാവൂലേ നെക്സ്റ്റ് ക്ലിപ്പ് മുതൽ അല്ലേ? ഒന്നും ഉണ്ടാവില്ല. സോ ഗൈസ്, സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒറ്റക്കായി. നമ്മുടെ ഗേറ്റ് നമ്പർ B2 ആണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഗേറ്റ് നമ്പർ B2ലേക്കുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. അവിടെ എത്തിയപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല, പിന്നെ നല്ല തിരക്കും. അപ്പോൾ ഞാൻ ഓർത്തൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കാമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഗേറ്റൊക്കെ ഓപ്പൺ ആയി. ബോർഡിങ് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഫ്ലൈറ്റൊക്കെ കയറിയിരുന്നു, സെറ്റിലായി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ വീണ്ടും ഞാനും നന്നയും ലോങ് ഡിസ്റ്റൻസ് കപ്പിൾസ് ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ വന്ന്. എനിക്ക് സാൻഡ്വിച്ച് ആയിരുന്നു ഉള്ളത്, പറയാലോ, ഒന്നിനും കൊള്ളില്ല. ഭയങ്കര പ്ലെയിൻ ഫ്ലേവറായിരുന്നു, ഒരു വികാരവും ഇല്ലാത്തൊരു സാൻഡ്വിച്ച്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം ഫോണിൽ കളിച്ചിരുന്ന് എങ്ങനെയൊക്കെ ഒന്ന് സമയം പോകാൻ വേണ്ടിയിട്ട്. കിടന്നിട്ടാണെങ്കിൽ കിടപ്പും കിട്ടണില്ല, ചുമ്മാ കുറേ നേരം ഇരുന്ന് ഫോണിൽ കളിച്ച് പിന്നെ കുറേ നേരം കിടന്നുറങ്ങി. അങ്ങനെ സമയം കളഞ്ഞ് ലാസ്റ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഗൈസ്. അങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇറങ്ങി. സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഇതെൻ്റെ പപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി. എന്നെ കാത്തെൻ്റെ ഫാമിലി ഉണ്ടായി പുറത്തും. പിന്നെ എന്നോട് ഉമ്മയോട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കണതൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ കയറി. പപ്പയും ഉമ്മയാണ് ഫ്രണ്ടിൽ ഇരിക്കണത്. ഇതെൻ്റെ ഉമ്മി ഈ സൈഡിലിരിക്കണത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മദർ ഇൻ ലോ ആണ് ബാക്കിലിരിക്കണത്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയാണ് എന്നെ വിളിക്കാൻ വന്നത് കേട്ടോ. ഫൈനലി ഞാനങ്ങനെ വീട്ടിലെത്തി. രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഒന്ന് വീട്ടിലെത്തണേ. ഫ്രഷായി, ഫുഡ് കഴിച്ചു, സെറ്റിലായി. അൽഹംദുലില്ലാ, സേഫാണ്, കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിട്ട് നടക്കണു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ലൈക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണേ. കല്യാണം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറി നിൽക്കണേ. ഞാൻ നാട്ടിലും ഞാൻ ഖത്തറിലും. ഇനി നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ അല്ലേ? സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.